വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ട് KSEBിയിലെ ഉദ്യോഗസ്ഥരൊക്കെ കുറെ നമുക്ക് വേണ്ടിയിട്ട് അവര് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ UDF സർക്കാർ വന്നതിന് ശേഷം ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചു. ആ ഫണ്ട് തവനൂർ മണ്ഡലത്തിലെ നമ്മുടെ ഈ ബീരാഞ്ചിറ പെരുന്തല്ലൂർ റോഡിന് 1.5 കോടി രൂപ അനുവദിച്ച UDF സർക്കാരിന്റെയും അതിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയ നമ്മുടെ മന്ത്രിയെയും പ്രത്യേകം ഞങ്ങള് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പരിപാടി നമ്മുടെ ഈ ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പ്രഗത്ഭനായ മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബ്, വേദിയിലെ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RK അഫ്സത്ത്, ബഹുമാനരായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വിവിധ പാർട്ടി നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സമയം വളരെ വൈകി. മിനിസ്റ്റർക്ക് മഹാരിപ്പിക്ക് ശേഷം ഞാനിങ്ങനെ ഒരു പരിപാടി ആരംഭം കുറിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ പരിപാടി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷവും, നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷവും, നമ്മുടെ ഈ തുപ്രങ്ങോട് പഞ്ചായത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുകയും അതിന്റെ പൂർത്തീകരണവും തുടക്കവും കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം തന്നെ അസഹിഷ്ണുതയുള്ള കുറെ ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്ന് ഈ പരിപാടിയുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് ബോധ്യമായി. നമ്മൾ സ്വാഭാവികമായും രാഷ്ട്രീയ ചിന്തകൾക്കും മറ്റുള്ള താല്പര്യങ്ങൾക്കും വിപരീതമായി പ്രിയമുള്ള അധ്യക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി സാഹിബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത്, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ ജലീൽ, പ്രിയപ്പെട്ട സൈദലവി മാസ്റ്റർ, കുമാരു, ഗീതാ രാധാകൃഷ്ണൻ, അഷ്റഫ് ചെമ്മലെ, പ്രിയപ്പെട്ട ദേവാനന്ദൻ, കെ രഘു, ഹരികുമാർ, ഉണ്ണികൃഷ്ണൻ, ബാവഹാജി, ജിനേഷ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ഗ്രാമത്തിലെ നന്മ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ NCPC പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ജനകീയ ആഘോഷത്തോടു കൂടിയുള്ള പരിപാടിയായി മാറി. ഇവിടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് വിളിച്ചോതുന്ന ജനക്കൂട്ടമാണ് ഈ പരിപാടിയിൽ പങ്കാളിത്തം വഹിക്കാൻ എത്തിയിട്ടുള്ളത്. അതിനർത്ഥം ജനങ്ങൾ അടിസ്ഥാനപരമായി വികസനം ഇഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവിടെ പൂർത്തീകരിക്കാൻ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചതിൽ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളെ ഞാൻ ഓർക്കുന്നു. 2001-2006 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. MP ആയ ശേഷവും ഇത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന്റെ കഠിന യത്നം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അതിന് വളരെയധികം താല്പര്യമെടുത്ത് മുന്നോട്ട് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും, ഭാവിയിൽ 4000 ആളുകൾക്ക് വെള്ളം കിട്ടുന്ന പ്രശ്നമാണ്. കുടിവെള്ളം കിട്ടുന്ന പ്രശ്നത്തിൽ നമ്മൾ വേറെ എന്താണ് ആലോചിക്കാനുള്ളത്? അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതല്ലാതെ
അതിനു നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത്